പോക്സോ കേസ് പ്രതിയായ SFI നേതാവിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധം ശക്തം. കണ്ണൂർ സർവകലാശാല യൂണിയൻ മുൻ ചെയർമാനും SFI സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സാരംഗ് കോട്ടായിയുടെ അറസ്റ്റ് വൈകുന്നതിനെതിരെ ABVP രംഗത്തെത്തി. 2018-19 കാലഘട്ടത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന കേസിലെ പ്രതിയാണ് സാരംഗ്. സാരംഗിനെ പാർട്ടിയും പോലീസും സംരക്ഷിക്കുന്നുവെന്നാണ് ABVPയുടെ ആരോപണം. നമുക്കറിയാം, സാരംഗ് കോട്ടായി എന്ന SFIയുടെ മുൻ കണ്ണൂർ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഈ സാരംഗ് കോട്ടായിക്കെതിരെ ഇത്തരത്തിലൊരു കേസ് വരികയും പോക്സോ കേസ് വരികയും എന്നാൽ SFIയുടെ നേതൃത്വത്തിൽ നിന്നോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിൽ നിന്നോ അവർക്കെതിരെ ഒന്ന് ശബ്ദമുയർത്തുവാനോ അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു നടപടി എടുക്കാനോ വേണ്ടിയിട്ട് ഇതുവരെ അവർ തയ്യാറായിട്ടില്ല. ഈ സാരംഗ് കോട്ടായി എന്ന് പറയുന്ന വ്യക്തി കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ഉൾപ്പെടെ ആയിരിക്കുന്ന സമയത്ത് SFIയുടെ ഒരു മുതിർന്ന അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട തന്നെ നേതാവാണ് സാരംഗ് കോട്ടായി. ഇവർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കേണ്ടത് SFIയുടെ അല്ലെങ്കിൽ PS സഞ്ജീവൻ ഉൾപ്പെടെയുള്ളവരുടെ കടമയാണ്. വിദ്യാർത്ഥികളെ സംരക്ഷിക്കേണ്ടത് അവരുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. സാരംഗ് കോട്ടായിക്ക് വേണ്ടിയിട്ട് കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്ന വക്കീൽ പാർട്ടി വക്കീലാണ്. ഇത്തരത്തിൽ പാർട്ടി പൂർണ്ണമായി സംരക്ഷണം നൽകുകയാണ് ചെയ്യുന്നത്. ഇരയോടൊപ്പം നിൽക്കേണ്ട സർക്കാരും സംവിധാനവും പോലീസും അടക്കമുള്ളവർ സാരംഗ് കോട്ടായിയെ പൂർണ്ണമായും സംരക്ഷിക്കുന്നു. പോക്സോ കേസ് പ്രതിയായ SFI നേതാവിനെ സംരക്ഷിക്കുവാൻ വലിയ നീക്കം സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നാണ് ABVP ചൂണ്ടിക്കാണിക്കുന്നത്. മിഥുൻ പിള്ള കണ്ണൂരിൽ നിന്നും ചേരുകയാണ്. മിഥുൻ, ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ലല്ലോ, കാരണം കഞ്ചാവ് അടിച്ച് നടക്കുന്നവർ അല്ലെങ്കിൽ സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ, പോക്സോ കേസിലെ പ്രതി, ഇവരൊക്കെയാണല്ലോ SFIയുടെ പ്രതീകമായി നമ്മുടെ സംസ്ഥാനത്ത് ഉയർത്തിക്കാട്ടപ്പെടുന്നത്. അതിനാൽ ഈ കേസിൽ വലിയ അത്ഭുതമായൊന്നും തോന്നുന്നില്ല. എങ്കിലും പറയൂ, എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? ഗൗതം, 2 ആഴ്ച മുൻപാണ് പാനൂർ കേസ് ഇത്തരമൊരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. ആ കേസിലെ 2 FIR ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 2 FIRലും ഇയാളാണ്, അതായത് CPMന്റെ SFIയുടെ സംസ്ഥാന സമിതി അംഗമായ സാരംഗ് കോട്ടായി ആണ് പ്രതി. ഇയാളെ കേസെടുത്ത് 2 ആഴ്ച പിന്നിട്ടിട്ടും ഇതുവരെ തുടർ നടപടികൾ ഉണ്ടായില്ല. അതുതന്നെയാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധിയായി അവശേഷിക്കുന്നതും വിമർശനങ്ങൾ ഉയരാൻ പ്രധാന കാരണമായി മാറുകയും ചെയ്തിരിക്കുന്നത്. കാരണം ഇയാൾ വലിയ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് ഇയാൾക്കെതിരെ 2 FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പോലും തുടർ നടപടി ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. കാരണം ഭരണസ്വാധീനവും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രതി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നു. പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ ഉണ്ടാകുന്നില്ല എന്നൊരു വിമർശനം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ തന്നെയാണ് ഇപ്പോൾ ABVP ശക്തമായി രംഗത്തെത്തിയിരിക്കുന്നത്. ABVP ഇപ്പോൾ പറയുന്നത് ഭരണസ്വാധീനവും അതുപോലെ തന്നെ പോലീസിനെയും ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രതിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനിയും പ്രതിയുടെ അറസ്റ്റ് വൈകുന്നത് ഈ പ്രതി രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഒരുക്കുമെന്നൊരു വിമർശനം തന്നെയാണ് ഉയർത്തുന്നത്. ഏതായാലും ഈ പ്രതിയെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ കേസ് നീതിയോടെ തീരുമെന്നൊരു സംശയമാണ് നിലനിൽക്കുന്നൊരു വിമർശനം കൂടി ഉയരുന്നുണ്ട്. നമുക്കറിയാം, മറ്റെല്ലാ കാര്യത്തിലും വലിയ ആദർശമൊക്കെ പറയുന്നൊരു വിദ്യാർത്ഥി സംഘടനയാണ് SFI. അത്തരമൊരു സംഘടനയുടെ നേതാവ് തന്നെയാണ് ഇത്തരമൊരു പോക്സോ കേസിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ ആ സാഹചര്യം ഉണ്ടായിട്ട് കൂടി ഈ പ്രതിയെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അയാളെ സംഘടനയിൽ നിന്ന് പുറത്താക്കാനോ തയ്യാറായില്ല എന്നുള്ളതാണ് വലിയ വിമർശനങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും മാത്രമല്ല, കേസെടുത്തിട്ട് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു. ഇതുവരെ ഘടനാപരമായ നടപടി പോലും ഈ സാരംഗിനെതിരെ ഉണ്ടായിട്ടില്ല. വലിയ വിമർശനങ്ങൾ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ ഈ സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗൗതം, മിഥുൻ, നമുക്കറിയാം CPMന്റെ പല മുതിർന്ന നേതാക്കളും ലൈംഗിക ആരോപണങ്ങളിലൊക്കെ പെടുമ്പോൾ ലൈംഗികതയുടെ മൂർച്ചയെപ്പറ്റി സംസാരിക്കുകയും അതിൻ്റെ അളവുകോലിനെ പറ്റി അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള പാർട്ടിയാണല്ലോ CPM. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം കേസിലെ ആളുകളെ സംരക്ഷിക്കുന്നത് CPMന്റെയും അവരുടെ വിദ്യാർത്ഥി സംഘടനകളുടെയും ഒക്കെ ഒരു പൊതുശൈലിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പോലീസ് ഇവിടെ എന്താണ് പറയുന്നത്? കാരണം 2018-19 കാലയളവിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. 2 ആഴ്ച കഴിയുമ്പോഴും പോലീസിന്റെ ഭാഷ എന്താണ് മിഥുൻ?
നമ്മളിതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച സമയത്ത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ച മറുപടി എന്ന് പറയുന്നത് പോക്സോ കേസ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയാൻ സാധിക്കില്ല എന്നായിരുന്നു. എന്നാൽ നിലവിൽ ആ പോക്സോ കേസിൽ കേസ് എടുത്തിട്ടുണ്ട്. അന്വേഷണം മുറയ്ക്ക് ഇപ്പോൾ ABVP വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്നലെ തലസ്ഥാനത്ത് സംസ്ഥാന സെക്രട്ടറി ഈശ്വരപ്രസാദ് ഉൾപ്പെടെയുള്ളവർ വാർത്താ സമ്മേളനം നടത്തിയാണ് ഈ പോക്സോ കേസ് പ്രതിയായ SFI നേതാവിനെതിരെ നടപടി വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം മിഥുൻ, ഇവിടെ മറ്റു മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ വാർത്ത മുക്കുന്ന ശൈലിയെപ്പറ്റി കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ടല്ലോ. ഗൗതം, അതുകൂടി നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതുവരെ മറ്റ് മാധ്യമങ്ങളൊന്നും തന്നെ ഇത് ഏറ്റുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടതുള്ളത്. മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, അതായത് സാരംഗ് ഇപ്പോൾ ഈ പോണ്ടിച്ചേരി സർവകലാശാലയിലെ വിദ്യാർത്ഥിയാണ്. നമുക്കറിയാം, ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഇതേ പോണ്ടിച്ചേരി സർവകലാശാലയിൽ ഏതോ ഒരു അധ്യാപകന് നേരെ ഇത്തരത്തിലൊരു പീഡന ആരോപണം ഉയർന്ന സമയത്ത് അതിനെതിരെ SFI അടക്കം വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിരുന്നു. അത്തരമൊരു സംഘടനയുടെ നേതാവ് തന്നെ, അതേ കോളേജിൽ പഠിക്കുന്ന നേതാവ് തന്നെ പോക്സോ കേസിൽ കുടുങ്ങുന്ന സമയത്ത് അതിനെതിരെ മൗനം പാലിക്കുകയും ചെയ്യുന്നത് ഏത് തരത്തിൽ നീതീകരിക്കാം അല്ലെങ്കിൽ എങ്ങനെ ന്യായീകരിക്കും എന്നൊരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഗൗതം. യെസ്.